3 പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ എന്ന രാജ്യം സന്ദർശിക്കാൻ പോവുകയാണ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രത്യേക അഭ്യർത്ഥനയും ക്ഷണവും മാനിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 23-ാം തീയതി ഉക്രൈനിലേക്ക് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് വിദേശയാത്ര നടത്തിയാലും അതിനൊക്കെ ഭീമമായ ചെലവ് വരുന്നുണ്ട്, കോടികൾ പാഴാക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. പല യാത്രകളെയും അങ്ങനെ വിമർശിക്കാൻ സാധിക്കുന്ന തെളിവുകൾ അവരുടെ പക്കലുണ്ടെങ്കിൽ വിമർശിക്കപ്പെടട്ടെ. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന വിദേശയാത്രകളെല്ലാം പൊള്ളയാണ്, അത് വെറുതെയുള്ളതാണ് എന്ന പറച്ചിൽ അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2 വർഷക്കാലത്തിലേറെയായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ലോക നേതാവ് എന്ന നിലയിൽ തന്നെ നടത്തുന്ന ഒരു ഇടപെടലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ 2 വർഷമായി ഉക്രൈൻ റഷ്യ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചതെങ്കിലും ഇപ്പോൾ ഉക്രൈൻ വലിയ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് റഷ്യക്ക്. റഷ്യയുടെ അകത്തേക്ക് ആയിരക്കണക്കിന് സൈനികർ പല നഗരങ്ങളിലും ഇടിച്ചു കയറുന്ന കാഴ്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ റഷ്യ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന അതേ സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ച വളരെ 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 പ്രാധാന്യമുള്ള ഒന്നാണ്. അതായത് ചൈനയടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടും നടക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ആ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലോക നേതാവ് എന്ന നിലയിൽ അംഗീകരിക്കപ്പെടുന്നത്, അങ്ങോട്ടേക്ക് ക്ഷണിക്കപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി, റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഉക്രൈൻ പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്. അതിൻ്റെ അർത്ഥം റഷ്യയുമായി നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യ അടുത്തു നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച അത് ഉക്രൈൻ പ്രസിഡന്റിനും ചില മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മോദിയെ കാണേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ വിളിച്ച് ഇങ്ങോട്ടേക്ക് ആനയിക്കണം, ഈ ഘട്ടത്തിൽ അദ്ദേഹവുമായി സംസാരിച്ചാൽ ഗുണമുണ്ടാകും എന്ന് ഉക്രൈനും തോന്നിയിരിക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലോകശക്തി എന്ന് പറയുന്നത്. അതായത് പണ്ടൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ വിഷയങ്ങൾ ഉണ്ടായാൽ ആദ്യം സമീപിക്കുന്നത് അമേരിക്കയായിരുന്നു, അല്ലെങ്കിൽ ഇടപെടുന്നത് അമേരിക്കയാകും. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യത്തിലും അമേരിക്കയാണ് ഒരു ലോക നേതാവ് എന്ന നിലയിൽ അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ ചെലുത്തുകയോ ഇടപെടലുകൾ നടത്തുകയോ ചെയ്യുന്നത്. അതേ നിലയിലേക്ക് തന്നെ ഒരു ലോക നേതാവ്, അല്ലെങ്കിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സാർവദേശീയ പദവി പതിയെ 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 ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പവർഫുള്ളായ, അല്ലെങ്കിൽ നല്ല രീതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളടക്കം പരിഹരിക്കാൻ കഴിയുന്നൊരു നേതാവായി മാറുകയാണ് എന്ന് പറയാവുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ റഷ്യയുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. വ്ളാഡിമിർ പുടിനുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് വേണ്ട ആയുധങ്ങളുടെ 60% ആയുധങ്ങളും റഷ്യയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യമുണ്ട്. റഷ്യയെ പല രീതിയിൽ എണ്ണ വാങ്ങുന്നതിൽ നിന്നടക്കം റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ സമയത്തൊക്കെ നമ്മൾ റഷ്യക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നമ്മൾ ചർച്ച നടത്തിയത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ സെലൻസ്കി മോദിയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അതായത് ഇന്ത്യ ഒപ്പം ഉണ്ടെങ്കിൽ ഗുണമാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വിഷമഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ സങ്കീർണ ഘട്ടത്തിൽ അത് ഗുണം ചെയ്യുന്ന കാര്യമാണ് എന്ന് ഒരേ സമയം റഷ്യൻ പ്രസിഡന്റിനും ഉക്രൈൻ പ്രസിഡന്റിനും തോന്നുന്നുവെങ്കിൽ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി. ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മളുടെ പവർ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 23-ാം തീയതി യുക്രൈനിലേക്ക് പോകുന്നു എന്നുള്ളത്. കാരണം യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. യുദ്ധത്തിലെ ഏറ്റവും നിർണായക ഘട്ടമാണ്. ഈ ഘട്ടത്തിലാണ് ആ യുദ്ധത്തിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഉക്രൈൻ നമ്മുടെ പ്രധാനമന്ത്രിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്. ചൈനയടക്കമുള്ള പല രാജ്യങ്ങളും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും വിജയിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രതീക്ഷ അർപ്പിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ പ്രതീക്ഷ അർപ്പിച്ച് റഷ്യൻ പ്രസിഡന്റും ഉക്രൈൻ പ്രസിഡന്റും ഇദ്ദേഹത്തെ ക്ഷണിച്ച് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഒന്നുറപ്പാണ്, ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിർണായക ശക്തിയായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ ചർച്ച വിജയം കണ്ട്, അതായത് റഷ്യ ഉക്രൈൻ ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യസ്ഥതയിൽ
പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഒരു ലോക നേതാവ് എന്ന നിലയിലേക്കുള്ള മോദിയുടെ വളർച്ച അതിവേഗമായിരിക്കും. ഒരു സംശയവും വേണ്ട. ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ പവർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാലിദ്വീപുമായി തർക്കമുള്ള സമയത്ത് മാലിദ്വീപ് ചൈനയുമായി അടുക്കുകയും ഇന്ത്യയോട് വളരെ മോശമായി ഇടപെടുകയും ചെയ്ത സമയത്ത് പോയി പണി നോക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ പണി തരും എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ രാജ്യം നിലപാടെടുത്തത്. അതിനുശേഷം ഒടുവിൽ അവിടുത്തെ ഭരണാധികാരിയായ മുഹമ്മദ് മൊയ്സു ഇപ്പോൾ നമ്മളുമായി ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നെട്ടോട്ടം ഓടുകയാണ്. അതുപോലെ പല വിഷയങ്ങളിലും, പല അന്താരാഷ്ട്ര തർക്ക വിഷയങ്ങളിലുമൊക്കെ നമ്മുടെ രാജ്യമെടുക്കുന്ന നിലപാട്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ, ചർച്ചകൾ. ബംഗ്ലാദേശിൽ കലാപമുണ്ടായപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ പുതിയ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. അതിനുശേഷം അവിടെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാം, കുറ്റക്കാരെ ശിക്ഷിക്കാമെന്ന് ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറപ്പ് കൊടുത്തു. അതായത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയും ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നിടത്തൊരു രക്ഷകൻ എന്ന നിലയിൽ മറ്റൊരു രാജ്യത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയും സംസാരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ട് എന്ന് കൃത്യമായി തന്നെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അന്ന് മോദിയുടെ വാക്കുകളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലോക നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർത്തുക തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലേക്ക് അങ്ങോട്ടേക്ക് പോവുകയല്ല, മറിച്ച് അവർ ക്ഷണിച്ചിട്ട് പോകുന്നതാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ മോദിയുടെ പവർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോക നേതാവ് എന്ന നിലയിലുള്ള അംഗീകാരം, വളർച്ച, അത് അതിവേഗം തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.